കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോയി നിന്നപ്പോഴാണ് അന്നിട്ടിരുന്ന ഷർട്ടിന് ഇതാ ഇവിടെയായിട്ട് എന്തോ ഒരു ഡോട്ട്, ഒരു സ്റ്റെയിൻ എന്തോ പറ്റിയതാണ്. എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ ആ കൂടെ ടെൻഷനായി. കാരണം ഇതിട്ടിട്ട് എങ്ങനെയാ ഇന്നിനി ഓഫീസിൽ പോകുന്ന ബസ്സിലും ഇനിയിപ്പോൾ ഓഫീസിൽ ചെന്ന അവിടെയും എല്ലാവരും ഇത് നോക്കിയിട്ട് എന്നെ കളിയാക്കില്ലേ? അത് മോശമല്ലേ അത്? ഇനി അത് മാത്രമാണോ? അന്ന് ഓഫീസിൽ പോണ വഴിക്ക് ബസ് പിടിക്കാൻ വേണ്ടി ഓടിയതാ, റോഡിന്റെ സൈഡിലൊന്ന് വീണു. ആകെ നാണക്കേടായല്ലേ? എന്തോരം പേരത് കണ്ടു കാണും. വേഗം പോയി ബസ്സിൽ കയറി. എങ്കിലും അന്നത്തെ ദിവസം മുഴുവൻ, എന്തിന് ആ ഒരാഴ്ച മുഴുവൻ ഇത് തന്നെയായിരുന്നു മനസ്സിൽ. ആൾക്കാരൊക്കെ എന്ത് വിചാരിച്ചു കാണുമെന്ന് ഓർത്തിട്ട്. ഓഫീസിലാണെങ്കിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ടീമിലെ എല്ലാവർക്കും പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ആകെ കൂടി ഒരു സമാധാനക്കേട്. കാരണം ഞാനത് പ്രസന്റ് ചെയ്യാൻ അവിടെ പോയി നിൽക്കുന്ന ടൈമിൽ ഇവരെല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കില്ലേ? ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നാലോ? ഇനി ഏതെങ്കിലും വാക്കൊക്കെ ഞാൻ തെറ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടെ നിൽക്കുന്നത് അത് നല്ല രീതിയിലല്ലെങ്കിൽ, ഇനി എൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഇവിടേക്ക് ഉണ്ടെങ്കിലോ? എല്ലാം കൂടി ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഒരു വഴിയായി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഇതിനൊരു പേരുണ്ട്. അതാണ് സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. ഈ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ നമ്മുടെ ചുറ്റും. സത്യം പറഞ്ഞാലേ നമ്മുടെ ചുറ്റുള്ള ഈ ആൾക്കാരില്ലേ, അവർക്കൊക്കെ അവരുടെ കാര്യം തന്നെ ചിന്തിക്കാൻ സമയമില്ല, പിന്നെയല്ലേ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും ഓർത്ത് വരി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇപ്പം നമ്മളാണെങ്കിൽ എങ്ങനെയാ? നമുക്ക് നമ്മുടെ തന്നെ ഒരു ലോഡ് പ്രശ്നങ്ങളില്ലേ, ഒരു ലോഡ് കാര്യങ്ങളില്ലേ? അതിനിടയ്ക്ക് അവനിന്ന് എന്ത് ഡ്രസ്സായിട്ടത്, അല്ലെങ്കിൽ അവളുടെ ഡ്രസ്സിന്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സോ നമ്മളെക്കുറിച്ചും ആൾക്കാർ അങ്ങനെ ഓർത്തോണ്ടേ ഇരിക്കുന്നില്ല. അത് ഓർത്തിട്ട് ഇനി നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിക്കാൻ പാടില്ല. ഓക്കെ.